ഫർഹു ഹായ് ഗൈസ്, നമ്മൾ ഇന്ന് ഫർഹുവിന്റെ വീട്ടിലേക്ക് നമ്മൾ നോമ്പ് ആഘോഷിക്കാൻ വേണ്ടി പോവുകയാണ്. അതെ ഗൈസ്, ഞാനും ജസ്റ്റും കൂടെ ഫർഹുവിന്റെ വീട്ടില് പെരുന്നാൾ ആഘോഷിക്കാൻ പോവാട്ടോ. ഗൈസ്, ഞങ്ങൾ ഇതേ അങ്ങനെ കാഞ്ഞിരപ്പള്ളി വന്നു. ഇവിടെ വന്നപ്പോഴാണ് ഇതേ പേരും മഴ. ഇത് എനിക്ക് ഒരു കൈയൊക്കെ ഞങ്ങളെല്ലാം ഫുൾ പോയി നനഞ്ഞ് ശരിക്കും ഞങ്ങള്. ഹലോ ഗൈസ്, അങ്ങനെ ഇതേ നമ്മള് ഫർഹുവിന്റെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു കിട്ടും ഈ കയറ്റം കയറി കഴിഞ്ഞാൽ നമ്മള് ഫർഹുവിന്റെ അതെ 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 സോ ലെറ്റ്സ് ഗോ. അങ്ങനെ ഗൈസ് നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നു. ഗൈസ്, ഈ ഓറഞ്ച് കളർ മിട്ടാസ് എന്ന് പറയും, മറ്റേ തമിഴ്നാടൻ സ്പെഷ്യൽ മുറുക്കും, പിന്നെ ഉമ്മച്ചിയുടെ സ്പെഷ്യൽ ചായയും. ഇതൊക്കെ കണ്ടതിന്റെ എക്സൈറ്റ്മെന്റ് ആട്ടോ ജസ്റ്റുവിന്. കട്ട്ലറ്റ് കഴിച്ചു, പിന്നെ തമിഴ്നാട് മുറുക്ക് കഴിച്ചു, ചായ കുടിച്ചു, പിന്നെന്താ പൊട്ടാസും മുട്ടാസും അങ്ങനത്തെ ഒരു മധുരം പോലത്തെ ഒരു ഐറ്റം. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അത്. അതിന്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കട്ട്ലറ്റിന്റെ എടുക്കാൻ പറ്റില്ല, ബാക്കി എല്ലാത്തിന്റെ എടുത്തിട്ടുണ്ട്. ഇതാട്ടോ നമ്മുടെ ഫറു. ഗൈസ്, ഇത് ദേ ബീഫ് ബിരിയാണി പള്ളിയിൽ നിന്ന് കിട്ടിയതാട്ടോ. ഇത് മുട്ട ദോശ, ഇത് ദേ ചമ്മന്തി ചട്നി ആട്ടോ. ഇത് പായസം. ഗൈസ് ഇപ്പോ സമയം ഒരു 10:20 ഞങ്ങൾ നടക്കാറിറങ്ങിയതാ. നല്ല ശാന്തസുന്ദരമായ സ്ഥലം, നല്ല തണുപ്പ്. എന്നുവെച്ചാൽ അങ്ങനെയല്ല, നമുക്ക് ഫ്രീ ആയിട്ട് ഇറങ്ങി നടക്കാമല്ലോ, ആരുടെ ശല്യമൊന്നുമില്ല. എനിക്ക് ഓക്കെ ബൈ ഗൈസ്. എടി ഇതൊന്നും വരുന്നില്ലല്ലോ എടി. നമ്മൾ കിടക്കാൻ പോകട്ടോ. അപ്പൊ ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ. അപ്പൊ ഓക്കെ ബൈ. ബാക്കി വിശേഷങ്ങൾ നാളെ. ഗൈസ്, ഫറൂവിന്റെ വീട്ടിൽ നമ്മൾ ഇന്ന് ഡേ 2 ആണ്. സോ നമുക്കിന്ന് രാവിലെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പൊങ്കലാട്ടോ. അതായത് 2 ടൈപ്പ് പൊങ്കൽ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒന്ന് ശർക്കര പൊങ്കലും ഒന്ന് നോർമൽ പൊങ്കലും. അപ്പം ഞാൻ കാണിച്ചു തരാവേ. ഇത് ഉണ്ടോ, ഇത് നോർമൽ പൊങ്കൽ, ഇത് ശർക്കര പൊങ്കൽ, ഇത് ചട്നി വട. ഗൈസ്, ശർക്കര പൊങ്കലിൻ്റെ കൂട്ടത്തിൽ ഇത് പാല് വെച്ചിട്ടുണ്ട്, അതുപോലെ പഴവും കൂടെ ഇളക്കി തിന്നാനാട്ടോ പറഞ്ഞു. ഞാൻ ഇത് ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. ഇത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാവേ. പൊങ്കലും പാലും, ഇനി ശർക്കരപ്പൊങ്കലും പാലും പിന്നെ പഴവും നോക്കട്ടെ. നല്ല ടേസ്റ്റ്. ഞാനിത് ആദ്യമായിട്ടാ ട്രൈ ചെയ്യുന്നത്, ഇത് ഇതിനു മുമ്പ് കഴിച്ചിട്ടില്ല. ഗൈസ്, അങ്ങനെ നമ്മുടെ ഡേ 2 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ പുഴ കാണാൻ വേണ്ടി പോവാട്ടോ, ഫറൂന്റെ വീടിന്റെ അടുത്തുള്ള. എടി, ഞാൻ എൻ്റെ അകത്തോട്ട് ഇറങ്ങിപ്പോരുവോ? ഞാൻ ഫിറ്റായി. ഇതിൻ്റെ ഇടയിൽ കൂടെ പോകാനായിട്ട് പറ്റുന്നില്ല, ഞാൻ കുടുങ്ങിയിരിക്കുക. ആ ഗ്യാപ്പിൽ കൂടെ കേട്ടോ ഞാൻ പോകുന്നത്. ഞാൻ അത്യാവശ്യം നന്നായിട്ടൊന്ന് കുടുങ്ങിയായിരുന്നു, ഇപ്പം ഇറങ്ങിപ്പോന്നു. വഴി ഇറങ്ങുന്ന ചാടിക്കേ. ഇത് ഓടിയൊന്നുമില്ല, പറഞ്ഞിങ്ങോട്ട് കയറി ഞാനപ്പോ അങ്ങോട്ട്. വയ്യ നിനക്കൊക്കെ. നീയ വിടുള്ളൂ, ഞങ്ങള് കേറി പോന്നു. ശരി എടി, എന്റെ ബാക്കിലോട്ട് ഞാൻ പിടിക്കുവാണേ. കേറി പിടിച്ചോ പിടിച്ചോ. ഇനി ഇവിടെ സൂക്ഷിച്ചാ. എനിക്ക് മറ്റേ മീശോ അത് മറ്റേ എടീ ഫറു എന്നെ രക്ഷിച്ചിട്ട് പോ. ഞാൻ എടി നീ ചെരുപ്പ് ഇരിക്കാം, ഇല്ലെങ്കിൽ എന്നെ കൈ പിടിച്ച് വന്നേ. നമുക്ക് ചെരുപ്പ് ഇവിടെ ഊരി വെച്ചിട്ട് തിരിച്ചു കയറാനുള്ള വഴിയാ ചെല്ലേ. ഓക്കെ സൂക്ഷിച്ചു.
അയ്യവ വെള്ളമാക്കൽ അടക്കി ഇരിക്കാനുള്ള അവിടെ ഇരുന്നേ പോയിട്ട്. ഇവിടെ ഇരിക്കണോ? ഗൈസ് നല്ല വെയിലുള്ളത് കൊണ്ട് മാത്രം ഞങ്ങൾ ദേ ഇവിടെ കൊടയും ചൂടിയിരിക്കും കേട്ടോ. ഞങ്ങൾ കഴിക്കാനായിട്ട് ചെടമേട കൊണ്ടുവന്നിട്ടുണ്ട്. ദേ പുഴ ആസ്വദിക്കാൻ വന്നു കഴിഞ്ഞപ്പോൾ ക്ലാസ്സിലുള്ള 3 പേര് വിളിച്ചിട്ടുണ്ട്. അപ്പൊ ദേ ഞങ്ങൾ അതിന്റെ വീഡിയോ കോൾ കാര്യങ്ങളിലാട്ടോ. കാണിച്ചേ. ഹായ് കൃപ, നിങ്ങളെല്ലാം സൈൻ ഇടാൻ വന്നാണോ? ശരിക്കും ഇപ്പൊ കാട്ടുവാസികളെ പോലെ കേറി വന്നേ. ഇവിടുന്ന് വരാൻ പറ്റില്ലായിരുന്നു. ഞാൻ തൂങ്ങിയാ വന്നേ. ജസ്റ്റ് എന്തേലും പറ. എന്തേലും പറ. നിങ്ങക്ക് മീൻ പിടിക്കാൻ അറിയോ? ട്രൈ ചെയ്യാം. ഇവിടെ കുറെ മീൻ കുഞ്ഞുങ്ങളുണ്ട്. ഞാൻ കുറെ ആയിട്ട് ഗപ്പിനെ പിടിക്കണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നു. ജസ്റ്റിനോട് ട്രൈ. പക്ഷെ മീനല്ല അങ്ങോട്ട് പോയപ്പോ. ഞാൻ ചോദിക്കട്ടെ, നമുക്ക് ആ കുറുക്കുറ ഒരെണ്ണം പൊടിച്ചിട്ടാലോ? ഒരെണ്ണം എന്റെ കൈ എടി മുഴുത്ത മീൻ വരണടി. ആടി മുഴുത്തുണ്ടെന്നേ. എന്റെ കയ്യിലേക്കില്ലേ കുറുക്കുറ ഒരെണ്ണം പൊടിച്ചത്. പക്ഷെ കുറുക്കുറ തീർന്നു. ദേ ഞണ്ട് തന്നെ. എന്തേ? ദേ എവിടെ? അവിടെ. ദേ ഗൈസ് ഞണ്ട് കേറിയോ? അത് ഇല്ലതേ കേറാനായിട്ടിരിക്കുക. ദേ ഗൈസ് സാധനങ്ങളുണ്ട്. ദേ ഞണ്ട്. ഐ ഞണ്ട് 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 ഞണ്ട്. ആർക്കും വേണ്ടടി ഇതിനൊന്നും. അവിടെ കൊണ്ട് കാല് വെച്ച് കൊടുക്കായിരുന്നു. കടിക്കുമായിരിക്കൂല്ലേ? വയ്യേ നെഞ്ചില്. അല്ല മറ്റേ കണ്ടിട്ടില്ലേ കാലിന്റെ ക്ലീൻ ചെയ്ത് കൊടുക്കുന്ന ഞണ്ട്. എടി കുറുക്കുറ പൊട്ടിച്ചിടറി. നമ്മൾ കുറുക്കുറ പൊട്ടിച്ചിട്ടുണ്ട്. ഇനി ജസ്റ്റുവിന്റെ കയ്യിലോട്ട് ഒരെണ്ണം പൊടിച്ചിട്ട് കൊടുക്കാം. വരുമല്ലോ അറിയാലോ. ഞാൻ വൈകിട്ട് പരുന്നമാരെ പോയിട്ട് വിളിക്കാട്ടോ. മീൻ ഉണ്ടോ? 4 മണിയാകുമ്പോ വിളിക്ക്. കെമിക്കല് മീൻ പോലും വേണ്ടെന്ന്. തലയിൽ എന്താ നിന്റെ തല? തോർത്തും കൊണ്ട് തോർത്തും പിടിക്കായിരുന്നു. നമുക്ക് വേണ്ടേടി അത്. ബൈ 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 ബൈ. Come on guys. ഫറു അവസാനം നോക്കി എല്ലാത്തിനും. ഗൈസ് അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവാണ്. കുറച്ച് കുഞ്ഞി പീക്കിരി മീനുകളെ കിട്ടിയിട്ടുണ്ട്. ഇതുണ്ട്, കാണത്തില്ല, ഈ അടിയിലുണ്ട് കേട്ടോ. അപ്പൊ കുറച്ച് കുഞ്ഞി പീക്കിരി മീനുകളുണ്ട്. ഫറുവും ഞാനും ജസ്റ്റും കൂടെ. അപ്പം ഇനി പിന്നെ പുഴയോട് വരാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇവിടുന്ന് പയ്യെ ഇറങ്ങും കേട്ടോ. ഇനി പരുന്തുംപാറയ്ക്കൊക്കെ പോകണം. സോ ലെറ്റ്സ് ഗോ ഗൈസ്. ജസ്റ്റ് ഒരു തേയിലത്തോട്ടം കാണുമെന്ന്. ഇതേ തേയിലത്തോട്ടം കാണാൻ വേണ്ടി ഞങ്ങൾ പോവാ കേട്ടോ. എല്ലാ ഫറുവിന്റെ വീടിന്റെ അടുത്ത് തന്നെ ഉണ്ട്. ജീവനുണ്ട്. അയ്യോ ചെറുതായിട്ട്. അതിനെന്തോ പറ്റിയ ആക്സിഡന്റ് ആകാന്ന് തോന്നുന്നു. ഒരു കാല് പോയിട്ടുണ്ട്. അതാ ഇത്ര ഇതായിട്ടിരിക്കല്ലോ. നമ്മൾ തേയിലത്തോട്ടത്തിൽ എത്തി ഗൈസ്. ഒരു ബട്ടർഫ്ലൈനെയും കിട്ടി ജസ്റ്റുവിന്. ബാപ്പോട്ടെ. നമ്മൾ നടന്ന് പൊക്കോണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ മുമ്പത്തെ പോലെ മറ്റേ ആ വീടിന്റെ സ്റ്റെപ്പ് കയറുമ്പോൾ കുടുങ്ങണം കേട്ടോ. തിരിച്ചു കയറുമ്പോൾ കുടുങ്ങിയിട്ട് വേണം തിരിച്ചു കയറണം. ഈ മീൻ നാളത്തേക്ക് ജീവനോടെ ഉണ്ടാവും ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. കുറച്ച് കുഞ്ഞു പൊടി മീൻ കുഞ്ഞുങ്ങളാ. വെല്ലേനെ ഒന്നും പിടിക്കാൻ നോക്കിയിട്ട് കിട്ടുന്നില്ല. നമ്മളെക്കാളും ബുദ്ധിമാന്മാരല്ലോ, അതുകൊണ്ട് തന്നെ അതുങ്ങൾ ഓടിപ്പോവായിരുന്നു. സോ ഈ മീൻ കുഞ്ഞുങ്ങളെ കൊണ്ടാണ് ഞങ്ങളിപ്പം തിരിച്ച് കയറ്റം കയറിക്കൊണ്ടിരിക്കുന്നത്. നാളെ ആകുമ്പോൾ എന്താവുമെന്ന് അറിയത്തില്ല. ഇതിൻ്റെ അകത്ത് ശകലം മറ്റേ നമ്മൾ കുറുക്കുറ കൊടുത്താലോ പിടിച്ചത്. അപ്പം അത് കാരണം തന്നെ എൻ്റെ പൊടി ശകലം കിടപ്പുണ്ട്. എങ്ങനെയാവുമെന്ന് അറിയത്തില്ല. എങ്ങനെയാണേലും ഒരു 6-7 കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ. ഗൈസ് നമ്മൾ നമ്മുടെ മീൻ കുഞ്ഞുങ്ങളൊക്കെ കയറ്റം കയറുക കേട്ടോ. പോകുന്ന വഴിക്ക് കുറെ പട്ടികളുണ്ട്. ഞങ്ങളെ ആക്രമിക്കാതിരിക്കാൻ വേണ്ടി ഞങ്ങളെല്ലാവരും നന്നായിട്ട് മനസ്സൂരി പ്രാർത്ഥിക്കണം കേട്ടോ. ഫറുവിനൊന്നും ചെയ്യത്തില്ല, ഫറുവിൻ്റെ കൂട്ടുകാരല്ല. പക്ഷെ എന്തോ ഞങ്ങൾ സമൂഹം. ഇനി നമ്മൾ പരുന്തുംപാറയ്ക്ക് പോകണം. ഞാൻ നേരത്തെ പറഞ്ഞാൽ ഫുഡ് വെച്ചിട്ട് വേണം പരുന്തുംപാറയ്ക്ക് പോകാൻ. നടക്കുവാണ്. ഈ ഒരു വീട് കണ്ടോ? ഈ ഒരു വീട്ടിൻ്റെ ഈ വീടായിരുന്നു അല്ല. നോക്കൂ, വാവ് ഗൈസ്, ലുക്ക് അറ്റ് ദാറ്റ്.
തേയിലത്തോട്ടം. ആ കാണുന്ന വീടിന്റെ സ്റ്റെപ്പ് കണ്ടോ? ആ സ്റ്റെപ്പ് ഈ ഏറ്റവും മണ്ടേ വരെ കയറിയാലേ നമ്മൾ റോഡിലോട്ട് എത്തത്തുള്ളൂ. റോഡിലോട്ട് എത്തിയാലേ നമുക്ക് ഫെറുവിന്റെ വീട്ടിൽ പോകാൻ പറ്റത്തുള്ളൂ. അല്ലേ ഫെറു? ഇതിൻ്റെ അകത്തൂടെ വേണം ഞാൻ പോയി. ഓ വായി കൊടുക്കി. കഴിഞ്ഞില്ല കേട്ടോ. 2 സെക്ഷനെ തീർന്നുള്ളൂ. ഇത് ഇനിയും കിടക്കും. ഈ മേളത്തെ സ്റ്റെപ്പും കാരണം ചതയത്ത് മുടിയുണ്ടോ? നമ്മളെത്തി. നമ്മളത് ഈ ഒരു സ്റ്റെപ്പ് കൂടെ കയറിയ കറണ്ട് വീടെത്തും. പൊട്ടി വന്നു. നമ്മൾ സ്റ്റെപ്പ് കയറിക്കൊണ്ടിരിക്കും. നമ്മൾ സ്റ്റെപ്പ് കയറി ഇപ്പൊ ഫറുവിന്റെ വീട്ടിൽ എത്തും. ഫറു എന്തേ? ഫറു അങ്ങനെ ഉച്ചയൂണിന്റെ ടൈം ആയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ സ്പെഷ്യൽ എന്തൊക്കെയാന്ന് കാണിച്ചു തരാവേ. നല്ല വൈറ്റ് റൈസ് ഉണ്ട്, രസമുണ്ട്, ഇത് കോളിഫ്ലവർ ഫ്രൈ ഉണ്ട്, ഇത് സോയാബീൻ ഫ്രൈ, മുട്ട മസാല. നമ്മളിതെല്ലാം കൂട്ടി ഫുഡ് കഴിക്കാൻ പോട്ടോ. നമ്മുടെ വെള്ളച്ചോറ് നമ്മൾ ഇതിൻ്റെ തൊട്ടെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ രസം ഊത്താൻ പോവാണ്. ഇതേ രസം നല്ല പരിപ്പ് രസം കേട്ടോ ഗൈസ്. അതെടുത്തു. ഇത് മുട്ട പുഴുങ്ങിയതിലും മുട്ട മസാല രസം, കോളിഫ്ലവർ ഗൈസ്, കോളിഫ്ലവർ, സോയാബീൻ, ക്രിസ്പി സോയാബീൻ. കഴിക്കാം നമുക്ക്. അടിപൊളി. മുട്ട, സോയ, ഇത് മതി. കോളിഫ്ലവർ ടേസ്റ്റഡി. പുഴയിൽ പോയിട്ട് വന്നപ്പോൾ ഇതേ കാലിൻ്റെ അവസ്ഥ നോക്കൂ. ചോര വരുന്നുണ്ട്. 2 ട്രിപ്പ് ഇപ്പം തന്നെ കഴിയിട്ടുണ്ടോ ഗൈസ്. അങ്ങനെ ഞങ്ങളിത് പരുന്തുംപാറയ്ക്ക് പോവാണ്. ഫറുണ്ട്, ഉണ്ട്, ഞാനുണ്ട്, ഉണ്ട്, പിന്നെ ഓട്ടോ ചേട്ടനുണ്ട്. ഞങ്ങളെല്ലാം കൂടെ അതേ പൊക്കോണ്ടിരിക്കുകയാണ്. നമ്മളിത് പരുന്തുംപാറയുടെ ടോളിലോട്ട് കയറും. നമ്മൾ പരുന്തുംപാറയുടെ ടോളിലോട്ട് കയറും. ഇവിടെ നമുക്ക് ബസ് കിട്ടുന്നുണ്ടല്ലേ? ആരാ? പരുന്തുംപാറയുടെ താഴെയുള്ള സ്ഥലം മൊത്തം ഫറുവിന്റെ കേട്ടോ. മൊത്തമല്ല, കുറച്ച്. സോ അത് കാരണം ഇവരെടുത്ത വലിയ ഗൈഡ്സ് ആണ്. അതുകൊണ്ട് നമുക്കിവിടെ പൈസ ഒന്നും കൊടുക്കേണ്ട ആവശ്യം. നമ്മൾ ഫ്രീ ആയിട്ട് കയറി പോകുന്നു. ഞങ്ങളിത് കേറിക്കൊണ്ടിരിക്കുന്ന ഞങ്ങൾ ഇനി നടക്കാൻ പോവാട്ടോ. ഇത് വാപ്പച്ചി ഫ്രണ്ടിൽ പോയിട്ടുണ്ട്. ഇത് ഗൈസ് നമ്മള് കേറുവാട്ടോ ഗൈസ്. ഇത് ചാണം ഗൈസ്. വാവ്, ലുക്ക്. Hey guys. അതാ ഞാൻ പറഞ്ഞ മൂക്കുപാറ.
ഓ മൂക്ക് ഷേപ്പിലുണ്ടാവും ആ പാറ. ആ പാറ. താഴെ കാണുന്നുണ്ടോ? ഗൈസ് ആ പാറയെന്ന് കുറെ വ്ളോഗർമാരൊക്കെ പോയിട്ടുണ്ടെന്ന് കേട്ടെ. എന്നോട് ഫറു ആദ്യം വരുന്നതിന് മുമ്പേ തന്നെ പറഞ്ഞായിരുന്നു, ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ വിടും, പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആള് പോയതാന്നും പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ പോകുന്നില്ലതേ. ഇല്ല, അവള് പോവും. ഇല്ല, ഇതാട്ടോ നമ്മളെ പെരുന്തമ്പാറ. ഇവള് അവസാനം നമ്മളെ കൂടെ കുഴി ചടിക്കാണ്ടിരുന്ന മതിയെന്നു. നോക്കൂ യെശു. ഹായ്. നല്ല വെയിലുണ്ട് കേട്ടോ. നല്ല കാറ്റ്. യാ നോക്കി. സ്റ്റാൻഡ് വെക്കടി, എന്നിട്ട് ഇവിടെ എടി എന്റെ സ്റ്റാൻഡ് എന്തി. ആ ദൈവമേ, ഞാൻ ഓർത്തത് ആ വഴിക്ക് ഞാൻ വണ്ടിക്കകത്ത് കണ്ടിട്ടുന്നു. കൊല്ലും നിന്നെ ഞാൻ. ഇവിടെ എങ്ങനെ നിക്ക്. ഈ വട്ട് പിടിച്ചെന്ന് നോക്കിയേ. 24 എക്സാമാ. ഇവിടെ കയറിക്കേ. ഞാൻ അതുവരെ പോയി കാണിച്ചിട്ട് വരാം. വേണ്ട, റിസ്ക് എടുക്കരുത്. അത് കല്ലാറാമോളൂ. കല്ലാറൂട്ടി വേറെ, കല്ലാറ് വേറെ. ലുക്ക് അറ്റ് ദിസ്. കുറെ നേരമല്ലേ ഞാൻ തുടങ്ങിയിട്ട്. എല്ലാരും വിചാരിക്കും എനിക്ക് ആകെ അറിയുന്നൊരു വേർഡാണ്. സോറി, ഒരു സെന്റൻസ്. ഇവിടെ വെച്ചിട്ട് വേറെ സ്ഥലത്ത് അതെന്റെ കവറെ കയറി ചവിട്ടിന്ന്. വെയിലാണ് ഗൈസ്. ഇതിന്റെ പുറകെ കാണുന്നതാണ് എന്ത്? ഇതെന്തത്? പരുന്തുംപാറയാണ് ഗൈസ്. ഇത് ഞാൻ വിചാരിച്ചു പരുന്തുംപാറ എന്ന് പറയുമ്പോ മറ്റേ ഇപ്പം കൊല്ലത്തൊരു പരുന്തിന്റെ ഒരു സംഭവം ഉണ്ടല്ലോ, ജഡായിപ്പാറ. ഞാനത് ഇതുപോലെ പരുന്തിനെ പോലെ ആയിരിക്കും. ഇത് എന്തുകൊണ്ടാ പരുന്തുംപാറ എന്ന് പേര് വന്നേ അറിയാവോ? ഗൈസ് ആ സ്ഥലത്ത് മഴ കേട്ടോ. നോക്കൂ, അത് നമ്മുടെ സ്ഥലമല്ല, അത് വേറെയാ. അതല്ല എന്റെ സ്ഥലം. നോക്കൂ ആ റേസ് നോക്ക്. നിങ്ങത് കാണാവോ ഗൈസ്? കാണിച്ചരാവേ ഗൈസ്. ഇത് കണ്ടോ ഗൈസ്, എന്ത് രസമാണെന്ന് നോക്കി. ഓ താഴെമല മേളില് മേഘം, താഴെമല മേളില് മേഘം. അതിന്റെ ഇടയ്ക്ക് കൂടെ നോക്കി. കൂട്ടുകാരെ, നമ്മൾ ഇരിക്കുന്നത് നല്ല കാറ്റ്. നല്ല കാറ്റ്. അട്ടിമട്ടി പാട്ടിടറി തുള്ളായിരുന്നടി. എന്നെ വിട്ട് എങ്ക പോകാതെ ഉണ്ടടി. രണ്ടെണ്ണം മഴ കാരണം ഓടുന്ന ഓട്ടം ഞാൻ കാണിച്ചരാവേ. എനിക്ക് ഓടിപ്പോന്ന അവള് വരാ. നല്ല രസമുണ്ട് ഇവിടെ നിൽക്കാൻ. നല്ല കാറ്റുണ്ട്. ഇപ്പം മഴ പെയ്യാൻ വേണ്ടി പെയ്തുകൊണ്ട് തൂളിക്കൊണ്ടിരിക്കുന്നു ചെറുതായിട്ട്. പക്ഷെ നല്ല രസം കാണാനായിട്ട്. നോക്കി ഇത് രസമാന്ന് കണ്ടോ. വാവ്. ചെറുതായിട്ട് മഴ തൂളുന്നുണ്ട്, അതുപോലെ നല്ല കാറ്റുണ്ടതുണ്ടോ. ഓ ഉണ്ട്, കൊള്ളാല്ലേ. കുറച്ചേ വരുന്നുള്ളൂ കേട്ടോ, ഈ മല കാണിക്കാൻ വേണ്ടി മാത്രം. നോക്ക്. ഹായ്. കണ്ടോ, എന്നെ കാണാവുന്ന പോലും അറിയത്തില്ല. ഞാൻ അഡ്ജസ്റ്റ്മെൻറ്റിലവിടെ ഫോൺ വെച്ചിരുന്നത്. നോക്കൂ. തിരിച്ച് കയറാം. അവിടുന്ന് ഫറു ഒക്കെ വിളിക്കുന്നുണ്ട് ഗൈസ്, അതുകൊണ്ട് നമ്മൾ തിരിച്ച് പോകുന്നു. ഓക്കെ ഗൈസ്, ഇങ്ങനെ നമ്മൾ ഇതേ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി ചുമ്മാ നോക്കാൻ പോകാം കേട്ടോ. ഇവിടെ ഒന്നും ഇല്ല അല്ലേ? ഇതൊക്കെ നല്ല റേറ്റ് ആയിരിക്കുമല്ലോ. ഇത് നമ്മുടെ പഞ്ചിനെ കൊടുത്ത മങ്കിയില്ലേ, ആ മങ്കിയിലത് മഴ തുടങ്ങി. മഴയാണ് ഗൈസ്. നല്ല കാര്യങ്ങളുണ്ട് കൊടുത്തേക്കുന്നുണ്ടോ കട കേട്ടോ. നമ്മൾ തിരിച്ചു പോവാണേ. നമ്മളെല്ലാം കണ്ടിട്ട് തിരിച്ചു പോവാട്ടോ. നോക്ക്. തമ്പികള്, നമ്മൾ ഇത് പരുന്തുംപാറ കണ്ടിട്ട് തിരിച്ചു പോവാട്ടോ ഗൈസ്. അങ്ങനെ ഓക്കെ, ബൈ പരുന്തുംപാറ. നമുക്ക് വീണ്ടും കാണാം. അടിപൊളി. നോക്ക് ഗൈസ്, ഇത് രസമാണ്. അടിപൊളിയായിരിക്കും.
എൻ്റെ ഇരുന്ന എല്ലാം പഴയ ഡ്രസ്സാട്ടോ. അപ്പോൾ ഇത് സെലിബ്രേഷന് വേണ്ടി നമുക്ക് എന്തെങ്കിലും പുതിയത് വാങ്ങിച്ചിടാന്നോർത്താട്ടോ ഈ കടയിൽ വന്ന് ഡ്രസ്സ് എടുക്കാൻ വന്നത്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ സൈസിനെ പറ്റി ഒന്നുമില്ല, ആകെ കിട്ടിയത് ഈ ഒരു വൈറ്റ് മാത്രമാണ്. എനിക്ക് ഈ വൈറ്റ് ഇട്ടിട്ട് ചേരുന്നുണ്ടായിരുന്നു. പിന്നെ എനിക്ക് പ്യൂർ വൈറ്റിന്റെ ഒരു ഡ്രസ്സും എൻ്റെ ഇല്ലായിരുന്നേ. അപ്പം ഞാൻ വിചാരിച്ചു എടുത്തായിരുന്നു. പിന്നെ പക്ഷെ നല്ല രീതിയിൽ നിഴലടിക്കുന്നുണ്ടായിരുന്നു. ഈ കാണുന്നതാട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ ആദ്യം എടുത്തത്. നല്ല കളറുവാ, എനിക്ക് ഇതുവരെ ഇല്ലാത്തൊരു കളറുമായിരുന്നു. പക്ഷെ എനിക്ക് നല്ല ടൈറ്റ് ആയിരുന്നു. അത് കാരണം പിന്നെ ഞാൻ അവിടെ വേണ്ടെന്ന് വെച്ചതെല്ലാം അവിടെ വെച്ച് കേട്ടോ, ഒന്നും വാങ്ങിച്ചില്ല. എനിക്ക് ഡ്രസ്സ് വാങ്ങാൻ വന്നു, പക്ഷെ വാങ്ങിച്ചത് നമ്മുടെ ജസ്റ്റ് കേട്ടോ. അവളൊരു പാൻറ്റും ടോപ്പ് നോക്കി, പക്ഷെ ഫൈനലായിട്ട് അവളൊരു ടോപ്പ് മാത്രം എടുത്തു. നമ്മൾ CCTVയിൽ നമ്മുടെ ഫേസ് കണ്ടപ്പോൾ അവൾ വീഡിയോ എടുത്താട്ടോ. അങ്ങനെ കഴിച്ച് പരുന്തുംപാറയും പോയി പർച്ചേസ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി കേട്ടോ. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് എത്താറായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് ഫറുവിൻ്റെ കസിൻ വരും നമുക്ക് മൈലാഞ്ചി ഇട്ട് തരാൻ വേണ്ടി. പിന്നെ വൈകിട്ട് ഫുഡ് കഴിക്കണം. അപ്പം അത്രേ ഉള്ളൂ. ഓക്കെ, ബൈ ഗൈസ്. ഇതാട്ടോ ഞാൻ പറഞ്ഞ ഫറുവിന്റെ കസിൻ. നമ്മൾ നല്ല പൊട്ടറ്റോ ബജി വെച്ചിരുന്ന നമുക്ക് പാവം ഫറുവിന്റെ കസിൻ എനിക്ക് മൈലാഞ്ചി കിട്ടുക. അവർക്ക് ഇന്ന് രാത്രിയിൽ കാഞ്ഞിരപ്പള്ളി അവളുടെ അമ്മ വീട്ടിൽ പോകാട്ടോ. നാളെ ഈദാന്ന് അറിഞ്ഞപ്പോൾ പെട്ടെന്ന് എടുത്തൊരു തീരുമാനമായിരുന്നു. സോ അതിനു മുമ്പ് ഞങ്ങൾക്ക് 3 പേർക്ക് മൈലാഞ്ചി ഇട്ട് തരാനാട്ടോ വന്നത്. ഫറുവിന്റെ അമ്മച്ച് നല്ലൊരു സ്പെഷ്യൽ ഡ്രിങ്കും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. മറ്റേ കസ്കസ് കിട്ട് നറുനീണ്ടി സർബത്തൊക്കെ വെച്ച് കേട്ടോ. അതും നല്ല ടേസ്റ്റ് ആയിരുന്നു. അത് ഞാൻ ഇതിന്റെ ഇടയ്ക്ക് കുടിക്കുന്നൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് പള്ളിയിൽ നിന്ന് നോമ്പ് കഞ്ഞി കൊണ്ടുവന്നിട്ടുണ്ട്, അതും കഴിക്കാനുണ്ട്. അപ്പൊ അതേ ഫറുവിന്റെ അനീത്തി എനിക്ക് നമ്മുടെ കയ്യെ മൈലാഞ്ചി കിട്ട് നല്ല വൃത്തിയായിട്ട് സെറ്റ് ചെയ്ത് തന്നോണ്ടിരിക്കുക കേട്ടോ. அவர் பஸ் புக் பண்ணிட்டாரு. கோயம்புத்தூர் போறாரு. கார்ல கம்பபார போறாரு. கோயம்புத்தூர் கார்ல போக முடியாதா? இங்கெல்லாம் இந்த ஃபில் பண்ணி விட்டுதியா? அதை பிடிச்சிருக்கணும். சொல்ற பத்தியா இல்ல ஒரு 2 கைக்கு போடுறப்ப ஃபிட்ல 2 கை போட்டுறியா? ஓகே தேங்க்யூ. இல்ல இந்த காக்கு மட்டும் தான். இந்த கதை கேட்டுச்சு. தேங்க்யூ. இதுல டைம் நம்ம வேணும். தேங்க்யூ. Devina. Tanno, thank you. Devina. அன்னைக்கு சொன்னேன்னுனால. இது வினடா டென்ஷன் தான். அவளே இட்டில்ல. நேமா? அவளே வச்சிட்டல. ஏனே வச்ச? அவள சொன்ன ரெடினா சொன்னேன். ஓ, போடு. Thanks. நேற்று நைட் வீட்டுக்கு வந்ததா சொன்னானா? அது இது வேறயா? ഗൈസ്, ഞാൻ ആദ്യം കുറച്ച് നോമ്പുകഞ്ഞി കുടിച്ചായിരുന്നു. അത് കഴിഞ്ഞ് എൻ്റെ 2 കൈയിലും മൈലാഞ്ചി ഇട്ടുകൊണ്ട് ഫറുവിൻ്റെ ഉമ്മച്ചായിട്ട് എന്നെ നോമ്പുകഞ്ഞി കുടിപ്പിക്കുന്നേ. ഇത് രാത്രിയിലെ ഡിന്നറിനുള്ള പ്രിപ്പറേഷൻ ആട്ടോ ഈ കാണുന്നത്. ഇത് തക്കിടി അല്ലേ? തിക്കടി ഉമ്മച്ചി സ്പെഷ്യൽ തിക്കടി ഗൈസ്. പോട്രാ மசாலா கூட இருக்கா? குழப்பம் இல்லை, சூப்பராக இருக்கு. நல்லா இருக்குங்க. நாளைக்கு மாமிட்டு போங்க. குறையுதான். നമ്മുടെ പിടിയും കോഴിയില്ലേ, ആ പിടി കോഴിയിൽ നിന്ന് നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. ഇവരുടെ ഈ തമിഴ്നാട് സ്റ്റൈൽ തിക്കടി അവർ ആ ഗ്രേവിയാണ് എടുത്തു പറയേണ്ടത്. ഇന്ന് ഫറുവിൻ്റെ വീട്ടിൽ ഡേ 3 ആണ്. അപ്പോൾ ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വെള്ളം രാവിലെ ചതിച്ചു. അപ്പോൾ ഫറുവിൻ്റെ കസിൻ്റെ വീട്ടിൽ പോയിട്ടാണ് നമ്മൾ കുളിക്കുന്നത്, ഫ്രഷ് ആവുന്നത്. സോ നമ്മൾ വീടെത്തിയിട്ടുണ്ട്. ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട് പോകാനിരുന്നാണ്. പക്ഷേ ഞാൻ പോകുന്നില്ല, ബാക്കി ജസ്റ്റും ഫറുവൊക്കെ പോകുന്നുണ്ട്. എനിക്കൊട്ടും വയ്യ, ചെറിയ രീതിയിലുള്ള ഇൻഫെക്ഷനും അതുപോലെ തന്നെ ചെറിയ ചുമയും നന്നായിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ പോകുന്നില്ല. പകരം ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോവാം. ഇവർ നേരെ തമിഴ്നാട്ടിലോട്ട് ഫറുവിൻ്റെ അമ്മ വീട്ടിലും പോവാണ്.
സോ നമുക്ക് ഫ്രഷായി വന്നിട്ട് കാണാം. അപ്പം ഓക്കെ ബൈ. നമ്മൾ കുളിച്ച് ഫ്രഷൊക്കെ ആയിട്ടുണ്ട്, ഡ്രസ്സെല്ലാം മാറി. ഇനി നമ്മുടെ ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ വീട്ടിൽ ചെന്നിട്ട് ഓക്കെ. ഇത് റംസാൻ ആയതുകൊണ്ട് നമുക്ക് പള്ളിയിൽ നിന്ന് കിട്ടിയ ലഡു ആട്ടോ കഴിക്കാതെ. ഞാൻ റെഡിയല്ല, കൊള്ളാം, നല്ല ടേസ്റ്റ്. നമ്മൾ ഡേ തുടങ്ങിയത് ലഡുവിൽ നിന്നാണ്. ഇപ്പം ദേ ബ്രെഡ് ഓംലേറ്റ് ഇട്ടിട്ടുണ്ട്, നമുക്ക് കഴിച്ച് നോക്കാം. നല്ല ടേസ്റ്റ്, മയോണൈസും ഉണ്ട്, സോസും ഉണ്ട് കേട്ടോ. ഗൈസ് ഞങ്ങൾ ചെറുതായിട്ട് ഫറുവിൻ്റെ ഉമ്മച്ചിനെ സഹായിക്കുക കേട്ടോ. സവോളയൊക്കെ പൊളിച്ച്, ഞാൻ മുട്ട പൊളിച്ച് കൊടുത്തു, ഈ സവോള അരിഞ്ഞു കൊടുക്കുക. പിന്നെ ഇതുണ്ടോ വാപ്പി ഞങ്ങൾക്ക് ഈദ് പ്രമാണിച്ച് 100 രൂപ തന്നു. നിങ്ങൾക്ക് കിട്ടിയില്ലേ? കാണിച്ചിരുന്നില്ല 100 രൂപ. ഗൈസ് നമ്മൾ ഇവരുടെ ഇവിടുത്തെ ഒരു ഫാമിലി മെമ്പറിനെ പോലെ തന്നെയാട്ടോ അവർ കാണുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെയൊക്കെ വീട്ടിലിപ്പം മറ്റേ എന്തെങ്കിലും വിശേഷ ദിവസങ്ങളൊക്കെ വരുമ്പോൾ വീട്ടിൽ നിന്ന് മുതിർന്ന ആൾക്കാർ നമുക്ക് മറ്റേ പൈസയൊക്കെ ചെറിയൊരു സൂക്ഷിക്കാനൊക്കെ ആയിട്ട് തരത്തില്ലേ, അല്ലെങ്കിൽ എന്തൊരു സന്തോഷത്തിൻ്റെ ഇതായിട്ട് തരുമല്ലോ. ഇപ്പോൾ വിഷുവിനൊക്കെ ആണെങ്കിലും പൈസ നമുക്ക് കിട്ടുമല്ലോ. അതുപോലെ ഇതേ ഇപ്പം ഫറുവിൻ്റെ വാപ്പി ഈദിൻ്റെ അന്ന് എൻ്റെ ഫസ്റ്റ് ഈദ് സെലിബ്രേഷനാണ്. ഞാനൊരു വേറൊരു സ്ഥലത്ത് പോയിട്ട് സെലിബ്രേറ്റ് ചെയ്തതുവരെ ഞാനങ്ങനെ സെലിബ്രേറ്റ് ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇപ്രാവശ്യം ഫറുവിൻ്റെ ഒക്കെ കൂടത്തില്ല. അതായത് ഫറുവിൻ്റെ വാപ്പി എനിക്ക് തന്നിട്ട് 100 രൂപ ഞാൻ സൂക്ഷിച്ച് വയ്ക്കും. ഗൈസ് ഫറുവിൻ്റെ ഉമ്മച്ചിയോടെ ബിരിയാണി ഉണ്ടാക്കിക്കൊണ്ടിരിക്കും കേട്ടോ. ഞാൻ നിങ്ങളെ കാണിച്ചു തരാവേ. ഗൈസ് ദേ നോക്ക്, നമ്മുടെ ചിക്കനില്ലാത്തോട്ട് കുറച്ചും കൂടെ വെള്ളം ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിലേക്ക് ഇത് അരി ആഡ് ചെയ്തു കേട്ടോ. ഇനി ഏതാനും നിമിഷങ്ങൾക്ക് നമ്മുടെ ബിരിയാണി വെന്ത് കിട്ടുന്നതായിരിക്കും. നോക്കുന്നു റൈസ് ഇളക്കിക്കൊണ്ടിരിക്കുന്ന കേട്ടോ അതേ കാണുന്നത്. ഉടനെ തന്നെ നമ്മുടെ റൈസ് റെഡി ആവുന്നിരിക്കും. പക്ഷെ കറണ്ട് പോയി, നമ്മൾ എമർജൻസി വട്ടത്തിലാട്ടോ റൈസ് ഉണ്ടാക്കുന്നത്. ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയേക്കുമായിരുന്നു കേട്ടോ. ഫോട്ടോ ഒക്കെ എടുത്ത് വന്നപ്പോഴത്തേക്കും ബിരിയാണി റെഡി ആയിട്ടില്ല. അപ്പോൾ നമുക്ക് ബിരിയാണി കഴിക്കാം. ഓക്കെ, നമുക്ക് കഴിക്കാനുള്ള നമ്മുടെ ഈ സ്പെഷ്യൽ ഫുഡ് വന്നിട്ടുണ്ട്, ബിരിയാണി. അപ്പം നിങ്ങളെ കാണിച്ചിട്ട് എനിക്ക് വായിന്ന് വെള്ളം വരും. ബിരിയാണി, ചിക്കൻ ബിരിയാണി ഉണ്ട്, പീരണി ഉണ്ട്, സ്വീറ്റ് ആട്ടോ, പിന്നെ നമ്മുടെ മുട്ട മസാല ഉണ്ട്, പിന്നെ വഴുതനങ്ങ വെച്ചുള്ള ഒരു സാധനമുണ്ട്, പിന്നെ നമ്മുടെ സാലഡ് ഉണ്ട്. നമുക്ക് കഴിക്കാം. അപ്പം നമ്മുടെ തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണി കഴിക്കാൻ പോകാം. ബിരിയാണി തന്നു കഴിഞ്ഞിട്ടുണ്ട്. എന്നെ പീർണി, പിന്നെ പീർണി കഴിച്ച് നമ്മുടെ ബിരിയാണി ഫുഡ് എല്ലാം രസമാണ് ഇന്നത്തെ. സോ ടേസ്റ്റ് നോക്കാവേ. ക്ഷീണിച്ച ഒരാളിരിക്കുന്നതൊക്കെ ഞങ്ങൾ രണ്ടും ചത്തു ക്ഷീണിച്ചു, വയറൊക്കെ ഇരിക്കുന്നുണ്ടോ. ഗൈസ് അങ്ങനെ നമ്മൾ ഫറുവിൻ്റെ വീട്ടിൽ നിന്ന് തിരിച്ച് വീട്ടിലോട്ട് പോവാട്ടോ. രാജകുമാരിക്ക് പോവാണ് ഞാൻ. അപ്പോൾ പെരുന്നാളെല്ലാം കൂടി ബിരിയാണിയൊക്കെ കഴിച്ച് വയർ ഫുള്ളാണ്. അപ്പോൾ നമ്മൾ പാക്ക് ചെയ്ത് നമ്മൾ ഇറങ്ങുവാണ്. ഇവർ രണ്ടുപേരും തമിഴ്നാട്ടിലോട്ടും പോവാട്ടോ. സോ ഗൈസ് ബൈ.